നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിതൃമോക്ഷ പ്രാപ്തിക്കായി കർക്കിടക വാവ് ദിവസം അനുഷ്ഠിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ നടന്നു. ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണം നീതി തേടി കുടുംബം. ഗൈഡിന്റെ മാനസിക പീഡനമാണ് റൂബി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടികയായി. ജില്ലയിൽ 1,21,977 വോട്ടർമാർ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 7 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ചെറുവത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. ചെറുവത്തൂർ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നീലേശ്വരം ദേശീയപാതയിൽ നിന്നും കോട്ടപ്പുറം മടക്കര വഴി ചെറുവത്തൂർ ദേശീയപാതയിലെത്തി യാത്ര ചെയ്യേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ബുധനാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ ബല്ല പുതുവയിലെ വി മാണിയമ്മയുടെ വീട് തകർന്നു വീഴുന്ന സമയത്ത് മാണിയമ്മ വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത്. ആദ്യകറ്റാൻ ആടിത്തെയ്യമായി വീടുകളിലെത്തി 3ാം ക്ലാസ്സുകാരൻ. മടിയൻ ചിങ്കത്തിൽ നിന്നും ആദ്യമായി തലപ്പാളി സ്വീകരിച്ചു. മാറിയ കാലത്തും റേഡിയോ ഉൾപ്പെടെയുള്ള പ്രക്ഷേപണ മാധ്യമത്തിന്റെ പ്രസക്തി കുറയുന്നില്ലെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ ദേശീയ പ്രക്ഷേപണ ദിനാചരണം നടത്തി. വാർത്തകൾ വിശദമായി. പിതൃമോക്ഷ പ്രാപ്തിക്കായി കർക്കിടക വാവ് ദിവസം അനുഷ്ഠിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30 മുതൽ ആരംഭിച്ചു. ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. കർക്കിടക വാവ് ദിനത്തിൽ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ പിതൃക്കൾക്കായി ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ്. ഉഷപൂജയ്ക്ക് ശേഷം പുലർച്ചെ 5:30 മുതലാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്ര മേൽശാന്തി നവീൻ ചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിൽ പുരോഹിതൻ രാജേന്ദ്ര അരളിത്തായയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിന് തെക്കുഭാഗത്തൊരുക്കിയ പന്തലിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. 20ഓളം കർമ്മികളാണ് ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിച്ചത്. ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് ലഘുഭക്ഷണവും കുടിവെള്ള വിതരണവും നൽകിയിരുന്നു. പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഹെൽത്ത് എന്നീ വിഭാഗങ്ങളുടെ സേവനവും ബലിതർപ്പണ സ്ഥലത്ത് ലഭ്യമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണം നീതി തേടി കുടുംബം. ഗൈഡിന്റെ മാനസിക പീഡനമാണ് റൂബി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും സർവകലാശാല സഹകരിക്കുന്നില്ലെന്നും കുടുംബം. 2024 ഏപ്രിൽ 2 പെരിയ കേന്ദ്ര സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥിനി ഒഡീഷ സ്വദേശിനി റൂബി പട്ടേലിനെ ഹോസ്റ്റലിലെ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. 1 വർഷം പിന്നിട്ടിട്ടും റൂബി പട്ടേലിന് നീതി ലഭിച്ചിട്ടില്ലെന്നും ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിരന്തരം ബന്ധപ്പെട്ടുവെങ്കിലും സർവകലാശാല സഹകരിക്കുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു. ഏപ്രിൽ 13 ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. റൂബിയുടെ ഗൈഡിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന സംശയമാണ് കുടുംബത്തിനുള്ളത്. ഒരു വിഷയാവതരണത്തിന് പിന്നാലെ ഗവേഷണത്തിന് യോഗ്യല്ലെന്നും തന്റെ വില കളയരുതെന്നും ഗൈഡ് പറഞ്ഞതായി റൂബി സഹോദരി നിഷ പട്ടേലിനോട് പറഞ്ഞിരുന്നു. അക്കാദമിക് സമ്മർദ്ദത്തിന്റെയും പീഡനത്തിന്റെയും പ്രധാന ഉറവിടം അദ്ദേഹമായിരുന്നു. അതാണ് റൂബിയെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് സഹോദരി ഡോക്ടർ ആശാ റാണി പട്ടേൽ ആരോപിച്ചു. They have given this assurance like from now onwards. Yesterday he asked me also like you send one fresh mail because I have appointed newly, so he directed me how to send that mail, to whom I have to address and all. So I have sent it, and now I am hopeful that I'll receive this message reply from them.
So these are the things. But I have again fear, like when I'm here inside, here physically present here in the university campus, I'm getting very good responses. But the moment I'm leaving from the university, it's very unfortunate to say, like I'm not giving a good kind of responses from here. So this is very unfortunate thing. We have lost our precious life of my sister, and that is not only losing life of a family member, that is losing peace of each and everyone every day. Since it is 1 year over, we are feeling like the same day is here. We are not able to forget the moment and all the scenes, all the memories, everything. But at least they can't give us back to my sister, but at least they can cooperate me for all these things. 3 തവണ UGC നെറ്റ് പാസ്സാവുകയും ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്ത വിദ്യാർത്ഥിനിയായിരുന്നു റൂബി. സംഭവ ദിവസം വൈകിട്ട് ഗൈഡിന്റെ ക്യാബിനിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിവരുന്ന റൂബിയെ കണ്ട സഹപാഠികളുണ്ട്. അന്നത്തെ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. റൂബിയുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെ ശേഖരിച്ചെങ്കിലും 1 വർഷം കഴിയുമ്പോഴും അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടും പുറത്തു വന്നില്ല. ഒരു വിദ്യാർത്ഥി ക്യാമ്പസിൽ മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ആരോപണ വിധേയനായ അധ്യാപകനെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർവകലാശാല സ്വീകരിക്കുന്നതെന്ന് കുടുംബം കുറ്റപ്പെടുത്തി. അതേസമയം റൂബി പട്ടേലിന് വിഷാദരോഗം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. എന്നാൽ ഈ വാദം റൂബിയുടെ കുടുംബം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾക്ക് കുടുംബം പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പെരിയ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടികയായി. ജില്ലയിൽ 1,21,977 വോട്ടർമാർ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 7 പേർക്കാണ് വോട്ടവകാശമുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്താകെ 2,66,78,256 വോട്ടർമാരാണുള്ളത്. കാസർഗോഡ് ജില്ലയിൽ 1,21,977 വോട്ടർമാരാണ് ആകെയുള്ളത്. ഇതിൽ 4,86,113 പുരുഷന്മാരും 5,35,857 സ്ത്രീകളും 7 ട്രാൻസ്ജെൻഡർമാരുമാണുള്ളത്. 10,21,977 ആകെ വോട്ടർമാരുള്ളത്. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും തിരുത്തുകയും ചെയ്യാം. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 30 പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ്, താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭ്യമാക്കും. ഓഗസ്റ്റ് 7 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഹിയറിംഗിന് കമ്പ്യൂട്ടർ ജനറേറ്റഡ് നോട്ടീസ് ലഭിക്കും. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗ്സിന് നേരിട്ട് ഹാജരാകണം. വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കുന്നത് സംബന്ധിച്ച ആക്ഷേപങ്ങൾ ഓൺലൈനിലായി രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ പ്രിന്റൌട്ടിൽ അപേക്ഷകനും ആ വാർഡിലെ ഒരു വോട്ടറും ഒപ്പിട്ട് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് സമർപ്പിക്കണം. ഓൺലൈൻ മുഖേന അല്ലാതെയും നിർദ്ദിഷ്ട ഫോറത്തിൽ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതാത് സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും കോർപ്പറേഷനുകളിൽ അഡീഷണൽ സെക്രട്ടറിയുമാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. അപേക്ഷകളിലും ആക്ഷേപങ്ങളിലും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് അപ്പീൽ നൽകാം. ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകമാണ് അപ്പീൽ നൽകേണ്ടത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. ചെറുവത്തൂർ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നീലേശ്വരം ദേശീയപാതയിൽ നിന്നും കോട്ടപ്പുറം മടക്കര വഴി ചെറുവത്തൂർ ദേശീയപാതയിലെത്തി യാത്ര ചെയ്യേണ്ടതാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ജില്ലാ കലക്ടർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കാഞ്ഞങ്ങാട് ഭാഗത്ത് നിന്ന് ചെറുവത്തൂർ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നീലേശ്വരം ദേശീയപാതയിൽ നിന്ന് കോട്ടപ്പുറം മടക്കര വഴി ചെറുവത്തൂർ ദേശീയപാതയിലെത്തി യാത്ര ചെയ്യണം. പയ്യന്നൂർ ഭാഗത്ത് നിന്ന് നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പയ്യന്നൂർ കണ്ടോത്ത് കഴിഞ്ഞുള്ള കോത്തായിമുക്ക്, കാങ്കോൽ, ചീമേനി, കയ്യൂർ, ചായോത്ത് വഴി നീലേശ്വരം ദേശീയപാതയിലെത്തണം. ഇതുകൂടാതെ കരിവെള്ളൂർ, പാലക്കുന്ന്, വെള്ളച്ചാൽ, ചെമ്പ്രക്കാനം, കയ്യൂർ, ചായോത്ത് വഴിയും നീലേശ്വരത്ത് എത്തിച്ചേരാം.
ചെറുവത്തൂർ മയ്യച്ച ദേശീയപാതയിലൂടെ എല്ലാ യാത്രാ വാഹനങ്ങളുടെയും ഗതാഗതം നിർത്തണം. ദേശീയപാതയുടെ സുരക്ഷാ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ഗതാഗത നിയന്ത്രണം തുടരുമെന്ന് കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബുധനാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ ബല്ല പുതുവയിലെ വി മാണിയമ്മയുടെ വീട് തകർന്നു. വീട് തകർന്നു വീഴുന്ന സമയത്ത് മാണിയമ്മ വീട്ടിലില്ലാതിരുന്നത് കൊണ്ട് വൻ അപകടമാണ് ഒഴിവായത്. ബല്ല പുതുവയിലുള്ള മാണിയമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ മാണിയമ്മയുടെ ഏക ആശ്രയമായ വീട് തകർന്നു വീണു. 2 ദിവസം മുൻപ് മാണിയമ്മ വെള്ളൂരുള്ള മകളുടെ വീട്ടിലേക്ക് താമസിക്കാനായി പോയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് കനത്ത മഴയിൽ വീട് തകർന്നു വീണത്. മാണിയമ്മ വീട്ടിൽ ഇല്ലാത്തതിനാൽ അപകടത്തിൽ ആളപായം ഒഴിവായി. 11ാം വാർഡ് കൗൺസിലർ NV ഇന്ദിര, മുൻ കൗൺസിലർ KV രതീഷ് എന്നിവർ വീട് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആദി അകറ്റാൻ ആടിത്തെയ്യമായി വീടുകളിലെത്തി 3ാം ക്ലാസ്സുകാരൻ ആദിനാഥ്. മടിയൻ ചിങ്കത്തിൽ നിന്നും ആദ്യമായി തലപ്പാളി സ്വീകരിച്ചു. കർക്കിടകത്തിലെ ഭൂമിയിലെ സർവ്വചരാചരങ്ങളുടെയും ആദി അകറ്റാൻ കർക്കിടകത്തെയ്യത്തിന്റെ തലപ്പാളി സ്വീകരിച്ച 3ാം ക്ലാസ്സുകാരൻ ആദിനാഥ് ആദ്യമായി ദേവനർത്തനമാടി. മടിയൻ ക്ഷേത്രപാലകൻ ഈശ്വരന്റെ പ്രധാന കോലധാരിയായ അമ്മാവൻ മടിയൻ ചിങ്കം ഷൈബുവിൽ നിന്നാണ് തലപ്പാളി സ്വീകരിച്ച ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ഗുരുക്കന്മാർ പകർന്നു നൽകിയ താളത്തിൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും തറവാടുകളിലും വീടുകളിലും മണിനാദം മുഴക്കി ദേവനർത്തനമാടി ഭക്തർക്ക് അനുഗ്രഹം നൽകിയത്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മാസങ്ങളോളം വ്രതം അനുഷ്ഠിച്ച് ദേഹപ്രയത്നവും കഷ്ടപ്പാടുകളുമുള്ള ഈ അനുഷ്ഠാന കല ഏറ്റെടുക്കുന്നതിന്റെ ആദ്യ ചുവടുവെപ്പാണ് കർക്കിടകത്തെയ്യം. വണ്ണാൻ സമുദായത്തിലെ കോലധാരികൾ ഏറ്റെടുക്കുന്ന പാർവതിയുടെ രൂപമാണ് ആദിനാഥ് ആദ്യമായി അണിഞ്ഞത്. ഗുരുക്കന്മാരുടെ അനുഗ്രഹവും കർമ്മശേഷിയും ലഭിച്ചാൽ വണ്ണാൻ സമുദായത്തിലെ ആചാരപ്രകാരം അടുത്ത ചിങ്ക സ്ഥാനവും ആദിനാഥിന് ലഭിക്കും. സ്വരൂപത്തിനധിപൻ മടിയൻ ക്ഷേത്രപാലകൻ്റെ ഈ മേനുവട്ടത്തിനകത്ത് പാർവതി സങ്കല്പത്തിലുള്ള ദേവീ രൂപമാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ചെയ്തു വരുന്നത്. ആദിവ്യാധിയും അകറ്റി ജനങ്ങൾക്ക് പുതിയ ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടിയാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. അള്ളട സ്വരൂപം മടിയൻ ക്ഷേത്രപാലകൻ്റെ ഈ ദേശത്തിനകത്ത് തുലാമാസം 10 മുതൽ ഇടവമാസം കലശം വരെ തെയ്യങ്ങളും കാവുകളിലും തറവാടുകളിലും തെയ്യങ്ങൾ കൊണ്ടാടുന്നു. പുതിയ തലമുറ ഇതിലേക്ക് വരുന്നത് ഇങ്ങനെയുള്ള കുട്ടി തെയ്യങ്ങൾ കെട്ടിയിട്ടാണ് ഈ കളിയാട്ടത്തിനും കാവുകളിലുള്ള തെയ്യം കെട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഒരുക്കം പോലെയാണ്. ആദ്യം 21 ഗുരുക്കന്മാരെ തലപ്പാളി വെച്ച് ഇങ്ങനെ കർക്കിടക മാസത്തിൽ ഈ തെയ്യം കുട്ടി തെയ്യം കെട്ടിയാണ് ഇത് നടത്തിച്ചു വരുന്നത്. പണ്ട് കാലത്തെ തുടർന്ന് വരുന്ന ഈ സമ്പ്രദായം നമ്മൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. പുതിയ തലമുറക്ക് ഒരു പ്രചോദനം കൂടിയാണിത്. അള്ളട നാട്ടിനകത്ത് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും കാവുകളും തറവാടുകളുമുണ്ട്. അതെല്ലാം മടിയൻ ക്ഷേത്രപാലകൻ്റെ ദേശത്തിനകത്ത് ഇങ്ങനെയുള്ള നമ്മൾ പുതിയ തലമുറയെ കെട്ടി കൊണ്ടാടുകയാണ് ചെയ്തു വരുന്നത്. ലഹരി വസ്തുക്കളുടെ പിറകെ പോകുന്ന യുവതലമുറയെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് പൂർവികർ പകർന്നു നൽകിയ ഈ അനുഷ്ഠാനം ഏറ്റെടുക്കുന്ന ആദിനാഥ് മാതൃകയാവും. ചായൂത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിനാഥ് നെല്ലിയടുക്കം പുതുക്കുന്ന് T രതീഷിന്റെയും V സരിതയുടെയും മകനാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാറിയ കാലത്തും റേഡിയോ ഉൾപ്പെടെയുള്ള പ്രക്ഷേപണ മാധ്യമത്തിന്റെ പ്രസക്തി കുറയുന്നില്ലെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ ദേശീയ പ്രക്ഷേപണ ദിനാചരണം നടത്തി. പേക്കടം അക്ഷര ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെയാണ് പ്രൈമറി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് റേഡിയോ പരിചയപ്പെടുത്തിയത്.
2 പതിറ്റാണ്ടുകൾക്കപ്പുറം നഗരങ്ങൾക്ക് പിന്നാലെ നാട്ടിൻപുറങ്ങളിലും റേഡിയോ ശ്രോതാക്കൾ കുറഞ്ഞു വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ വാണിജ്യ നിലയത്തിലും മറ്റും കൂടുതൽ എത്തിയതോടെ യുവതലമുറയും റേഡിയോ ഉൾപ്പെടെയുള്ള പ്രക്ഷേപണ മാധ്യമങ്ങളിൽ സജീവമാണ്. ഇന്റർനെറ്റ് റേഡിയോ ശൃംഖലയും വ്യാപകമാണ്. ഈ പശ്ചാത്തലത്തിലാണ് പേക്കടം അക്ഷര ഗ്രന്ഥാലയം പ്രവർത്തകർ കുലേരി ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ റേഡിയോ പരിചയപ്പെടുത്തിയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ പ്രൈമറി വിദ്യാർത്ഥികൾ റേഡിയോയിലൂടെ ശ്രവിച്ചു. വാർത്തകൾ റേഡിയോ വഴി നേരിട്ട് കേട്ടപ്പോൾ കുട്ടികൾക്ക് ഏറെ കൗതുകമായി. സ്കൂൾ പ്രധാനാധ്യാപകൻ അശോകൻ മടയമ്പത്ത് റേഡിയോയുടെ പ്രസക്തിയെക്കുറിച്ച് കുട്ടികളുമായി സംവദിച്ചു. പേക്കടം അക്ഷര ഗ്രന്ഥാലയം പ്രസിഡന്റ് VM രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV കൃഷ്ണപ്രസാദ് വൈദ്യർ, MT യൂനുസ്, M അൻഫാസ്, AV ഹേമാവതി, P വിനീത, R പ്രസന്ന എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഗുരുപൂജയെ എതിർക്കുന്നവർ സനാതന ധർമ്മ വിരോധികളെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ഹിന്ദു ഐക്യവേദി ബന്തെടുക്കയിൽ ഗുരുവന്ദനവും പ്രകടനവും പൊതുയോഗവും നടത്തി. ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിൽ വ്യാസജയന്തി ദിനത്തിൽ ഗുരുപൂജ നടത്തിയതിനെ എതിർക്കുന്നവർ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു അഭിപ്രായപ്പെട്ടു. ഹിന്ദു ഐക്യവേദി കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി ബന്തെടുക്കയിൽ നടത്തിയ ഗുരുവന്ദനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള വ്യാസന്റെ ജന്മദിനം ഗുരുപൂജ ദിവസമായിട്ട് നിശ്ചയിച്ചു. നമ്മൾ RSSകാർ മാത്രമല്ല, നിങ്ങൾ ഏത് ആശ്രമങ്ങളിൽ പോകുള്ളൂ ആ ദിവസം രാമകൃഷ്ണ ആശ്രമത്തിൽ പൊക്കോളും, അമൃതാനന്ദമയി മഠത്തിന്റെ ആശ്രമത്തിൽ പോകും, അല്ലെങ്കിൽ ശിവഗിരി ആശ്രമത്തിൽ പോകും. നിങ്ങൾ ഏത് ആശ്രമത്തിൽ പോയാലും ആ ദിവസം അവിടെ അവരുടെ ഗുരുക്കന്മാരെ പൂജിക്കുന്ന ദിവസം എന്നുള്ള നിലയ്ക്ക് ഗുരുപൂജ ആഘോഷം നടക്കുന്നതായിട്ട് കാണും. അപ്പൊ ആ ദിവസം വിദ്യാലയങ്ങളുടെ സ്കൂളുകളിലും അതേപോലെ ഹൈന്ദവ സംഘടനകളുടെ വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തന മേഖലകളിലുമൊക്കെ ഈ ഗുരുവിനെ പൂജിക്കുന്ന ദിവസമായിട്ട് ഗുരുപൂജാ ദിവസം, ഈ വ്യാസപൂർണിമ ദിവസം ഗുരുവിനെ പൂജിക്കുന്ന ദിവസമാണ്. ഇവിടെ നമ്മുടെ ബന്തെടുക്കയിലെ സരസ്വതി വിദ്യാലയ സ്കൂളിലും ഈ ഗുരുപൂർണിമയോടനുബന്ധിച്ച് ഈ വർഷം ഗുരുപൂജ ആഘോഷം നടത്തി. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് SP ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി, അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, വിനോദ് കുറ്റിക്കോൽ എന്നിവർ സംസാരിച്ചു. ഗുരുപാദം ആദരം, ജനാർദ്ദനൻ കാവേയനാടൻ, സുകുമാരൻ കർണമൂർത്തി എന്നിവരെ ഗുരുവന്ദനം ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് ആദരിച്ചു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ മുളിയാർ സ്വാഗതവും താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ബന്തെടുക്ക പെട്രോൾ പമ്പ് പരിസരത്ത് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പഠിക്കാൻ വിദ്യാർത്ഥികളും മറ്റും ഉപയോഗിക്കുന്ന ബുക്കുകളെക്കുറിച്ച് സ്കൂൾ തുറക്കുമ്പോൾ മുതൽ നാം കേൾക്കാറുണ്ട്. എന്നാൽ ഈച്ച ബുക്ക് എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം പിടികിട്ടില്ല. മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി എത്തുന്ന ഈച്ചകളെ വീഴ്ത്തുന്നതാണ് ഈച്ച ബുക്ക്. ചക്ക ഉൾപ്പെടെയുള്ള പഴങ്ങൾ പഴുത്തു തുടങ്ങുമ്പോഴും തീരദേശ മേഖലയിൽ മത്സ്യവളങ്ങൾ കൊണ്ടുവരുമ്പോഴുമാണ് ഈച്ചകളുടെ സീസൺ ആവുന്നത്.
ആഹാര സാധനങ്ങൾ തുറന്നുവെക്കാനാവില്ല എന്ന് മാത്രമല്ല മനുഷ്യരുടെ ശരീരത്തിൽ കൂടി ഇവ ഇരിപ്പുറപ്പിക്കും. ആരോഗ്യവകുപ്പ് അധികൃതർ ഈച്ചകളിലൂടെ പരക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളും ലഘുലേഖ വിതരണവും നടത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ വെറും 15 രൂപ കൊണ്ട് ഈച്ചകളെ വീഴ്ത്തുന്നതിന് വ്യാപകമായി ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ് ഈച്ച ബുക്ക്. ബുക്കിന്റെ പുറംചട്ടയുടെ അകത്ത് ഈച്ചകളുടെ വലിയ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത് അതിൽ പശ തേച്ച് ഉറപ്പിച്ചാണ് ഈച്ച ബുക്ക് തയ്യാറാക്കുന്നത്. ബുക്കിനകത്തെ വലിയ ഈച്ചയുടെ ചിത്രത്തിൽ ആകൃഷ്ടരായി ഒരീച്ച എത്തിയാൽ പിന്നെ മിനിറ്റുകൾക്കകം ബുക്ക് ഈച്ചകളെ കൊണ്ട് നിറയും. ചിറകും കാലുകളും ഒട്ടിപ്പറക്കാനാവാതെ ചത്തുവീഴും. ബുക്കടച്ച് തീയിലിട്ട് നശിപ്പിക്കുകയാണ് പതിവ്. മലയോരത്തുപയോഗിച്ചു വന്ന ഈച്ച ബുക്ക് ഇപ്പോൾ തീരമേഖലയിലും വ്യാപകമാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇന്റഗ്രൽ ബുക്സ് സ്ഥാപകനും തത്വചിന്തകനുമായ ശ്രീകാന്ത് സ്മരണാർത്ഥം ഇന്റഗ്രൽ ബുക്സ് ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീകാന്ത് സ്മൃതി പുരസ്കാരം PK ശ്രീധരന്. പുരസ്കാര സമർപ്പണം 28-ന് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്റഗ്രൽ ബുക്സ് സ്ഥാപകനും തത്വചിന്തകനുമായ ശ്രീകാന്ത് സ്മരണാർത്ഥം ഇന്റഗ്രൽ ബുക്സ് ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീകാന്ത് സ്മൃതി പുരസ്കാരം PK ശ്രീധരന്. 2020-24 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ഭാരതീയ ദാർശനിക കൃതികളിൽ നിന്നുമാണ് PK ശ്രീധരന്റെ ശ്രീശങ്കരന്റെ പാദമുദ്രകൾ ഗ്രന്ഥം അവാർഡിന് തെരഞ്ഞെടുത്തത്. കണ്ണൂർ എളയാവൂർ സ്വദേശിയായ PK ശ്രീധരൻ റിട്ടയർഡ് പ്രിൻസിപ്പലാണ്. സുകുമാരൻ പെരിയച്ചൂർ, രമേശൻ പുതിയകണ്ടം, VK വാമനൻ നായർ അടങ്ങുന്ന ജൂറിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. പ്രശസ്തി പത്രവും ഫലകവും ക്യാഷ് അവാർഡും അടങ്ങുന്ന പുരസ്കാരം കേരള സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ M മുരളീധരൻ നമ്പ്യാർ ജൂലൈ 28-ന് വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. രാധാകൃഷ്ണൻ നരിക്കോട് ദീപപ്രജ്വലനം നടത്തും. ലക്ഷ്മി മൂലക്കണ്ടം പ്രാർത്ഥനാഗീതം ആലപിക്കും. ഇന്റഗ്രൽ ബുക്സ് ചെയർമാൻ ഡെന്നി അമൃതഗിരി അധ്യക്ഷത വഹിക്കും. ശ്രീകാന്തം സ്മൃതി പർവം നാലപ്പാടം പത്മനാഭൻ, രമേശ് കൈതപ്രം നൽകി പ്രകാശനം നിർവഹിക്കും. ദിനേശ് മാവുങ്കാൽ പുസ്തക പരിചയം നടത്തും. സാധു വിനോദ്, ഡോക്ടർ CV മനോജ് എന്നിവർ പ്രഭാഷണം നടത്തും. R വേണുഗോപാൽ, കണ്ണൻ പെരുമുടിയൂർ, PD സുകേഷ്, EV ജയകൃഷ്ണൻ, അഡ്വക്കേറ്റ് TM രാമൻ കർത്ത, അഡ്വക്കേറ്റ് TK സുധാകരൻ, PS മോഹനൻ കൊട്ടിയൂർ, ഡോക്ടർ KV മുരളി മോഹനൻ, രാഘവൻ കടന്നപ്പള്ളി, കൊപ്പൽ ചന്ദ്രശേഖരൻ, പല്ലവ നാരായണൻ, ബാബു കോട്ടപ്പാറ, VK വാമനൻ നായർ, രാധിക, രമേശൻ പുതിയകണ്ടം, അനിൽ പുളിക്കാൽ എന്നിവർ സംസാരിക്കും. സുകുമാരൻ പെരിയച്ചൂർ സ്വാഗതവും ഉണ്ണി കാട്ടുകുളങ്ങര നന്ദിയും പറയും. ശ്രീകാന്തം സ്മൃതി പുരസ്കാരത്തിൻ്റെ ആവശ്യമാണ് നടക്കുന്നത്. ശ്രീകാന്ത് സാർ നമ്മുടെ തത്വചിന്തയിൽ, ഭാരതീയ തത്വചിന്തയിൽ കേരളത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം, അതും കാഞ്ഞങ്ങാടിൻ്റെ ആനന്ദാശ്രമം സ്ഥിതി ചെയ്യുന്ന ആധ്യാത്മിക തേജസ്സുള്ള മണ്ണിൽ നിന്നുകൊണ്ട് ഭാരതീയ തത്വചിന്തയെയും ആധ്യാത്മിക ചിന്തയെയും ലോക ശാസ്ത്രവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ശ്രീകാന്ത്. അത് അദ്ദേഹത്തിൻ്റെ തുല്യ നാമമാണ്. അദ്ദേഹം ഉപയോഗിച്ച തൂലികാനാമം ശ്രീകാന്ത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് K ബാലചന്ദ്രൻ നായർ എന്നാണ്. അദ്ദേഹം തിരുവനന്തപുരംകാരനാണ്. അദ്ദേഹം 1964 കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻസ് വിഭാഗത്തിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ആ ജോലി തുടരുകയാണെങ്കിൽ കേന്ദ്ര സർവീസിൽ നിന്നും ഏറ്റവും വിദേശകാര്യ രംഗത്ത് പോലും എത്താൻ സാധ്യതയുള്ള ഏറ്റവും ഉയർന്ന ജോലി. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു അനുഭവം ഉണ്ടായി. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ ജൂറി ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ, അംഗങ്ങളായ VK വാമനൻ നായർ, രമേശൻ പുതിയകണ്ടം, ഇന്റഗ്രൽ ബുക്സ് മാനേജർ ഉണ്ണി കാട്ടുകുളങ്ങര, ആധ്യാത്മിക പ്രഭാഷകൻ ദിനേശ് മാവുങ്കാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കണ്ണാട് സംസ്ഥാന പാതയിൽ മത്സ്യത്തൊഴിലാളിയെ ഇടിച്ചു നിർത്താതെ പോയ ലോറിയെയും ഡ്രൈവറെയും കണ്ടെത്തി. പ്രതി UP സ്വദേശിയായ നിലേഷ് കുമാർ ബേക്കൽ പോലീസിന്റെ പിടിയിൽ.
തൃക്കണ്ണാട് സംസ്ഥാന പാതയിൽ മത്സ്യത്തൊഴിലാളി പ്രകാശിനെ ഇടിച്ച് നിർത്താതെ പോയ ലോറിയെയും ഡ്രൈവറെയും കണ്ടെത്തി. UP പ്രയാഗ്രാജ് സ്വദേശി നിലേഷ് കുമാറാണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത്. ലോറിയും കസ്റ്റഡിയിലെടുത്തു. 100-ൽ പരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ജൂൺ 6-ന് പുലർച്ചെ 4-ന് മത്സ്യബന്ധനത്തിനായി കടപ്പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് കോട്ടിക്കുളം ഹോട്ടൽ വളപ്പിൽ D പ്രകാശിനെ ലോറി ഇടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ പ്രകാശൻ ഇപ്പോഴും അബോധാവസ്ഥയിൽ ചികിത്സയിലാണ്. വഴിയാത്രക്കാരാണ് ലോറി ഇടിക്കുന്നത് കണ്ടത്. അപകടത്തിന് പിന്നാലെ എത്തിയ ഇന്നോവ കാറിന്റെ ക്യാമറയിലെ ദൃശ്യമാണ് അന്വേഷണത്തിന് തുമ്പായത്. കഴിഞ്ഞ ദിവസം പ്രതി മംഗളൂരു വഴി കേരളത്തിലേക്ക് വരുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് കാസർഗോഡ് വെച്ച് സമർത്ഥമായാണ് ലോറിയെയും ഡ്രൈവറെയും പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനകീയ വില്ലേജ് ഓഫീസർ N ചന്ദ്രശേഖര നായിക്കിന് നാട്ടുകാരുടെ ഊഷ്മളമായ യാത്രയപ്പ്. കാസർഗോഡ് കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി തഹസിൽദാർ തസ്തികയിലേക്ക് പ്രമോഷനായാണ് സ്ഥലം മാറ്റം ലഭിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം സ്വീകരിക്കുകയും ഉടനടി മറുപടി നൽകുകയും വില്ലേജ് ഓഫീസിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് സുതാര്യത ഉറപ്പുവരുത്തുകയും അപേക്ഷകരെ ഒറ്റത്തവണ തന്നെ ആവശ്യങ്ങൾ പരിഹരിച്ചു വിടുകയും ചെയ്യുന്ന ജനകീയ വില്ലേജ് ഓഫീസറായ N ചന്ദ്രശേഖര നായിക്കിന് ചെങ്കള മുട്ടത്തൊടി വില്ലേജ് നിവാസികൾ ഊഷ്മളമായ യാത്രയപ്പ് നൽകി. കാസർഗോഡ് കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി തഹസിൽദാർ തസ്തികയിലേക്ക് പ്രമോഷനായാണ് സ്ഥലം മാറ്റം ലഭിച്ചിട്ടുള്ളത്. യാത്രയപ്പ് ചടങ്ങിൽ നാസർ ചെറുക്കളം, മനാഫ് എടനീർ, സിറാജ് സിർസി, പുതിയ വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ വില്ലേജ് ഓഫീസറെ യാത്രയപ്പ് നൽകാൻ കാരണം ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വലിയ രീതിയിലുള്ള അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ്. അദ്ദേഹം നാട്ടുകാരോട് നടത്തിയിട്ടുള്ള ബഹുമാനം തിരിച്ച് നൽകുകയാണ് നമ്മൾ. ഇതിന് കാരണം അദ്ദേഹം ഈ ഒരു അപേക്ഷകൻ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്ന ആ ഒരു അവസ്ഥയും അതുപോലെ തന്നെ അവർക്ക് നൽകുന്ന സേവനവും അതുകൊണ്ട് തന്നെയാണ്. ഇത് എല്ലാ ഓഫീസർമാർക്കുമുള്ള ഒരു സന്ദേശമാണ്. ഇവിടെ ജനങ്ങളോട്, പൊതുസമൂഹത്തോട് നല്ല രീതിയിലുള്ള പെരുമാറ്റവും അവരുടെ സ്വീകാര്യതയും നിങ്ങൾ നൽകുകയാണെങ്കിൽ തീർച്ചയായും ഈ നാട് നിങ്ങളെ ചേർത്ത് നിർത്തുമെന്നതിൻ്റെ വലിയൊരു സൂചനയാണിത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം രാഗം ജംഗ്ഷൻ സർവീസ് റോഡിനരികിലെ ട്രാൻസ്ഫോമർ സുരക്ഷാ ഭീഷണിയിൽ. അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. ദിവസേന 100 കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും എത്തുന്ന മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ എതിർവശം രാഗം ജംഗ്ഷൻ സർവീസ് റോഡിന്റെ അരികിലുള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന ഇലക്ട്രിക് ട്രാൻസ്ഫോമർ ജനങ്ങളിൽ ഭീതിയുണ്ടാക്കുന്നു. ട്രാൻസ്ഫോമറിന്റെ സുരക്ഷിതമല്ലാത്ത സ്ഥിതി അപകട സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. സർവീസ് റോഡിൽ സ്ഥിരമായി നിൽക്കുന്ന ബസ്സുകളും നിത്യേന പഠനാർത്ഥം യാത്ര ചെയ്യുന്ന കുട്ടികളും വലിയ ഭീഷണിയിലാണ്. ട്രാൻസ്ഫോമർ മാറ്റി സുരക്ഷിതമായ അകലത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ അധികാരികളെ ബന്ധപ്പെട്ടെങ്കിലും യാതൊരു കാര്യമായ നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. ചെറിയൊരു സ്പാർക്ക് പോലും വലിയ ദുരന്തത്തിനിടയാകാനുള്ള സാഹചര്യത്തിൽ അധികൃതർ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഞ്ചേശ്വരം ടൗണിൻ്റെ മുൻവശത്ത് ഇലക്ട്രിക് ട്രാൻസ്ഫോർ അത് അപകട സാധ്യതയിൽ കിടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് സ്കൂൾ കുട്ടികളും ഒരുപാട് ജനങ്ങളും കുട പിടിച്ച് പോകുന്നുണ്ട്. ചിലപ്പോൾ തട്ടിപ്പോയാൽ കുട്ടിയുടെ ജീവിതം പോകും. അതുകൊണ്ട് അധികാരികൾ ഇതിനെ ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. എത്രയും പെട്ടെന്ന് അത് നോക്കിയിട്ട് അതിനുള്ള വേണ്ട വ്യവസ്ഥ ചെയ്യണമെന്ന് KVയോട് ഞാൻ അപേക്ഷിക്കുന്നു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിതൃമോക്ഷ പ്രാപ്തിക്കായി കർക്കിടക വാവ് ദിവസം അനുഷ്ഠിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ നടന്നു. ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി റൂബി പട്ടേലിന്റെ മരണം നീതി തേടി കുടുംബം. ഗൈഡിന്റെ മാനസിക പീഡനമാണ് റൂബി ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടികയായി. ജില്ലയിൽ 1,21,977 വോട്ടർമാർ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 7 പേർക്കാണ് വോട്ടവകാശമുള്ളത്. ചെറുവത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം. ചെറുവത്തൂർ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നീലേശ്വരം ദേശീയപാതയിൽ നിന്നും കോട്ടപ്പുറം മടക്കര വഴി ചെറുവത്തൂർ ദേശീയപാതയിലെത്തി യാത്ര ചെയ്യേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ബുധനാഴ്ച രാത്രിയുണ്ടായ ശക്തമായ മഴയിൽ ബല്ല പുതുവയിലെ വി മാണിയമ്മയുടെ വീട് തകർന്നു വീഴുന്ന സമയത്ത് മാണിയമ്മ വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത്. ആദ്യ അകറ്റാൻ ആടിത്തെയ്യമായി വീടുകളിലെത്തി 3ാം ക്ലാസ്സുകാരൻ.
മടിയൻ ചിങ്കത്തിൽ നിന്നും ആദ്യമായി തലപ്പാളി സ്വീകരിച്ചു. മാറിയ കാലത്തും റേഡിയോ ഉൾപ്പെടെയുള്ള പ്രക്ഷേപണ മാധ്യമത്തിന്റെ പ്രസക്തി കുറയുന്നില്ലെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തി തൃക്കരിപ്പൂർ കൂലേരി ഗവൺമെന്റ് LP സ്കൂളിൽ ദേശീയ പ്രക്ഷേപണ ദിനാചരണം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.